സോ പതിവ് പോലെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് നിങ്ങൾക്ക്, എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ഉറപ്പൊന്നുമില്ല, നോക്കാം. സോ എന്താണ് കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ഡാർക്കസ്റ്റ് പാർട്ടും ബ്രൈറ്റസ്റ്റ് പാർട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് കോൺട്രാസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളത്. ലോ കോൺട്രാസ്റ്റും പിന്നെ ഹൈ കോൺട്രാസ്റ്റും. പിന്നെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു സാധനമുണ്ട്, സിനിമാറ്റിക് കോൺട്രാസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന കോൺട്രാസ്റ്റ് ഉണ്ട്. സോ അതിൽ കൂടി നമുക്ക് സിനിമാറ്റിക് കോൺട്രാസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഇമേജ് വെച്ചിട്ട് നോക്കാം. നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ലെയർ എടുക്കുന്നു, നേരെ കോൺട്രാസ്റ്റിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ കോൺട്രാസ്റ്റ് പാനൽ കാണാം. നമ്മൾ കോൺട്രാസ്റ്റ് ഇതേ പുഷ് ചെയ്യുന്നു. എന്താ സംഭവിച്ചേ? ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക് അല്ലേ? ഇത് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങി. സോ നമ്മൾ ലോ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റ് ആവാൻ തുടങ്ങി. ഇതിനകത്ത് നമുക്ക് ട്രഡീഷണലായിട്ട് കണ്ടുവരുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ബ്രൈറ്റസ്റ്റ് പാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് ഒരു പ്രശ്നം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഇമേജ് ഡാർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ നോക്കി, കണ്ടില്ലേ? നമ്മൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്തോറും ഇമേജ് ഇങ്ങനെ കറുത്ത് വരും. കണ്ടില്ലേ? നമുക്ക് ലെഗസി മോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ ഭയങ്കരമായിട്ട് പുഷ് ആവുന്നുണ്ടോ? സോ ഇമേജ് ഡാർക്ക് ആവുന്നുണ്ടോ? നിങ്ങൾ ഭയങ്കരമായിട്ട് ക്രഷ് ആവുന്നുണ്ടോ? സോ ഇങ്ങനെ ക്രഷ് ആകുമ്പോൾ തന്നെ സെയിം ടൈം നമുക്ക് ഹൈലൈറ്റും എന്താവുന്നുണ്ട്, ബ്ലോൺ ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്താലും സെയിം ടൈം നമ്മുടെ ഷാഡോസ് വീണ്ടും ക്രഷ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? നമുക്കിതിനൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൽ കളിക്കുന്നതിനൊരു പരിധിയുണ്ട്. നമുക്കൊരു അളവിൽ കൂടുതൽ പഞ്ച് ചെയ്യാനോ പുഷ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് സിനിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ഈ ലെയർ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് ഫ്ലാറ്റ്. ഇനി നമുക്ക് കർവ്സിലോട്ട് പോകും. ഓക്കെ, ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലീനിയർ കോൺട്രാസ്റ്റ് കണ്ടില്ലേ? അഡ്ജസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പഞ്ച് വന്നു. മീഡിയം കോൺട്രാസ്റ്റ് കണ്ടില്ലേ? കുറച്ചുകൂടി പഞ്ച് വന്നു. സ്ട്രോങ് കോൺട്രാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ? ഇത് വെറുതെ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി വെച്ചൊരു പ്രീസെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. സോ ഇത് ഫോട്ടോഷോപ്പിൻ്റെ ഒരു പ്രീസെറ്റാണ്. സെയിം ടൈം നമുക്കിതിനെ നമ്മുടെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മുടെ സ്റ്റൈലിലുള്ള സിനിമാറ്റിക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ട്രഡീഷണൽ കോൺട്രാസ്റ്റിലുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കർവ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊരു പ്രോപ്പറായിട്ടൊരു വേ ഉണ്ട്. അപ്പോൾ അത് ഈ ഇമേജിൻ്റെ വാല്യൂസ് നമുക്ക് അളക്കണം ആദ്യം. നമ്മൾ ചുമ്മാ ഒരു കോൺട്രാസ്റ്റ് ഇങ്ങനെ കർവ് കൊടുത്ത് ആഡ് ചെയ്യുന്ന പരിപാടിയല്ല. ഇങ്ങനൊരു പരിപാടി നമ്മൾ സ്ഥിരം കണ്ടിട്ടുണ്ട്. എസ്കർവ് ഇട്ടാൽ മതി എന്നുള്ളതിന് കേൾക്കാറുണ്ട്. ബട്ട് എസ്കർവ് ഇട്ടാലും അതിനും ഒരു ലോജിക്ക് ഉണ്ട്. ആ ലോജിക്കും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ഞാൻ അത് റീസെറ്റ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ മിഡ് പോയിൻറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് നേരെ വിൻഡോയിൽ പോവാം. അതിൻ്റെ അകത്ത് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇത് കളേഴ്സ് ബേസിലാണ് ഇരിക്കുന്നത്. നമ്മളത് മാറ്റിയിട്ട് ലുമിനോസിറ്റിയിലാക്കുമ്പോൾ ലുമിനൻസ് വാല്യൂയിൽ മാത്രം കാണിക്കും. RGB വാല്യൂസ് ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയായിരിക്കണം എന്നില്ല ഓപ്പൺ ആകുമ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പാൻഡ് വ്യൂ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കി വെക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രൊഫഷണൽസ് എല്ലാവരും ഇങ്ങനത്തെ വാല്യൂസ് വെച്ചിട്ടും ഗ്രാഫ് വെച്ചിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അവരുടെ വർക്കിന് ഒരു യുണീക്നെസ് ഉള്ളത്. ഓർഡിനറി പേഴ്സൻ്റെ ലുക്കും പ്രൊഫഷണൽസിൻ്റെ ലുക്കും തമ്മിലുള്ള ഡിഫറൻസ് അതുകൊണ്ടാണ്. സോ അവർക്ക് ഈ വാല്യൂസിനെ പറ്റി ധാരണയുണ്ട്. നമുക്ക് ഈ വാല്യൂസിനെ പറ്റി ധാരണയില്ല. സോ നിങ്ങൾക്ക് ഈ വാല്യൂസ് ജസ്റ്റ് കാണുമ്പോൾ അറിയാം, ഇത് ഹൈലൈറ്റ് ഏരിയ, മിഡ് ടോൺ ഏരിയ, ഷാഡോസ് ഏരിയ. ഇതിൻ്റെ മിഡ് പോയിൻറ്റ് വാല്യൂ കണ്ടാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡാറ്റ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടില്ലേ? മീഡിയൻ. അതിൻ്റെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഓൾ ഓവർ ഇമേജിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള സ്പേസിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയേ. ഈ ഇമേജിനെ ഫോട്ടോഷോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 138 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? കർവിലോട്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. സെൻട്രലിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺഫ്യൂഷൻ ആവാതിരിക്കും. സെൻട്രലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 138 ആണെന്നുള്ളത്. സോ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നോക്കണ്ട, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ആയതിൻ്റെയാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 138 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ താഴെ കണ്ടില്ലേ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യുക? ഈ മീഡിയൻ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 138. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇമേജിൻ്റെ ഏറ്റവും ന്യൂട്രലായിട്ടുള്ളൊരു സ്പേസ് അവർ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ലോക്ക് ചെയ്തു. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി നമ്മുടെ എസ് കർവ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എസ് കർവ് ഇനി പതുക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഞാൻ പതുക്കെ ചെറിയൊരു എസ് കർവ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഇത്രയും പുഷ് ചെയ്തിട്ടും ക്രഷ് ആയിട്ടില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? സെയിം ടൈം കോൺട്രാസ്റ്റ് ആഡാവുകയും ചെയ്തു. ഓവറായിട്ട് സാറ്റുറേറ്റഡ് ആയിട്ടുമില്ല. കൺട്രോളും ഉണ്ട്. എനിക്ക് ഷാഡോസിലൊക്കെ സ്റ്റിൽ കൺട്രോൾ ഉണ്ട്. നിങ്ങൾ നോക്കി, അത് കാണിച്ചു തരാം. അത് ഓഫ് ചെയ്യുന്നു. അത് പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇതിൻ്റെ വാല്യൂ എന്ന് പറയണത് കണ്ടോ? ഓക്കെ, ഞാൻ ഇത്ര ലെഗസി മോഡ് ഓഫ് ആക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്താലും കണ്ടില്ലേ
ഇവിടെ ഭയങ്കരമായ ബ്ലാക്ക്സ് വരും, ഇവിടെയൊക്കെ ക്ലിപ്പാവും. ഇത്രയിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. സെയിം ടൈം ഞാൻ അത് ഓഫ് ചെയ്തിട്ട് കർവിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് ഈ പരിപാടികളെല്ലാം അതിനകത്ത് ഉണ്ടാവും ചെയ്യും. എൻ്റെ ഷാഡോസിലൊക്കെ ഡീറ്റെയിലും ഉണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം, മാനുവലി കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കൺട്രോൾ ചെയ്തപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഇനി ഈ ബ്ലാക്ക്സ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ഒരു അഡീഷണൽ പോയിന്റ് ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി പഞ്ച് ചെയ്താൽ കണ്ടോ ഷാഡോസിൽ മാത്രം പഞ്ചാവും. അനാവശ്യമായിട്ടൊന്നും അനങ്ങുന്നില്ല. ശ്രദ്ധിച്ച് നോക്കിയേ, കാരണം ഇത് രണ്ടും ഞാൻ ലോക്ക് ചെയ്തു കണ്ടില്ലേ. പിന്നെ അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്താൽ കണ്ടില്ലേ, എനിക്കിത് വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, അത്രേ ഉള്ളൂ. എനിക്കിനി എന്ത് ചെയ്യാം, ഈ ഹൈലൈറ്റ്സിന് ഇനിയും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ട തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടില്ലേ, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത്രയും കോൺട്രാസ്റ്റിൽ കൺട്രോൾ കിട്ടുമെന്നുള്ളത് മിക്കവർക്കും അറിയില്ല. സോ നമ്മൾ കർവ് വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഇമേജ് നിങ്ങൾക്ക് കിട്ടും. ഇവൻ മോർ കൺട്രോൾസും കിട്ടും. സെയിം പരിപാടി തന്നെയാണ് രണ്ടിൽ സംഭവിക്കുന്നത്. ഇമേജിൽ കോൺട്രാസ്റ്റ് പുഷ് ആവുക തന്നെയാണ് ചെയ്യുന്നത്, അതിലൊന്നും തർക്കമില്ല. ബട്ട് ഈവൻ മോർ കൺട്രോൾ കിട്ടിയാൽ നിങ്ങൾക്കൊരു ക്യാമറയിൽ ഡൈനാമിക് റേഞ്ച് കൂടുതൽ കിട്ടുന്ന പോലെയാണ്. ഷാഡോസിലും ഹൈലൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഡാറ്റ പ്രിസർവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഫ്രീഡം എന്ന് ആലോചിച്ച് നോക്കിയാൽ ലോഗിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതേ കൺട്രോൾ നമുക്ക് കോൺട്രാസ്റ്റിലും കിട്ടി അങ്ങനെ ഉണ്ടാവും. ഇറ്റ്സ് മോർ സിനിമാറ്റിക്. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഓൾ ഓവർ ഇമേജ് ആണ് നമ്മൾ കാണിച്ച് പർട്ടിക്കുലർ ഏരിയയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി. സോ നിങ്ങളുടെ ലെയർ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ ലെയർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ മീഡിയൻ 163 ആയിട്ടുണ്ട്. കൺട്രോൾ M അടിച്ചിട്ട് കർവ്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. 163 എന്നുള്ളത് ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും അടിച്ചു കൊടുക്കുക. 163. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു എസ് കർവ് ഉണ്ടാക്കാം. കണ്ടില്ലേ, നിങ്ങൾക്ക് ഷാഡോസ് കൂടിപ്പോയി തോന്നിയോ, കൺട്രോൾ ചെയ്തോ. സോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.